നമസ്കാരം. വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. വിഷ്ണു, സ്വാഗതം. നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ കേന്ദ്ര സഹമന്ത്രിയും അതോടൊപ്പം തന്നെ BPL മുതലാളിയും ഒക്കെ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേൽക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ബാക്കി എല്ലാവരോടും പറഞ്ഞു, നിങ്ങളാരും നോമിനേഷൻ തരേണ്ട ആവശ്യമില്ല, ഇനി രാജീവ് ചന്ദ്രശേഖറാണ് കേരളത്തിൽ BJPയെ നയിക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മാത്രം നോമിനേഷൻ തന്നാൽ മതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ നോമിനേഷൻ കൊടുത്തു. അദ്ദേഹത്തെ പാർട്ടിയുടെ കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവോടുകൂടി കേരളത്തിലെ BJP രക്ഷപ്പെടുമോ അതോ CPM രക്ഷപ്പെടുമോ? ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ്. അതിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നതിനോട് അതിൻ്റെ ഒരു ഔചിത്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, അടിസ്ഥാനപരമായി കേരളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേരളത്തിലെ ഈ പറയുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ 20% വോട്ടിംഗ് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരെ വോട്ടിംഗ് ഷെയറിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത് അതായത് കുറേ കാലങ്ങൾ, അതായത് ഈ പറയുന്ന വർഷങ്ങളോളം കേരളത്തിൽ പല തെരഞ്ഞെടുപ്പുകളും ദയനീയമായി തോൽക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന അവരെ ഫൈറ്റ് ചെയ്തും അല്ലെങ്കിൽ ഈ പറയുന്ന CPM-ഉമായിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു വോട്ടിംഗ് ഷെയറിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, BJP എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന കേരളത്തിലെ BJPയുടെ മുഖങ്ങളായിട്ട് നിന്ന അല്ലെങ്കിൽ കേരളത്തിലെ BJPക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് ഈ പറയുന്ന ഫ്രണ്ടേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട്, അപ്പോൾ അവരിലൊന്നും തന്നെ വിശ്വാസം അർപ്പിക്കാതെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് പാർട്ടിയുടെ ഈ പറയുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു പദവിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെയോ എന്തുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കച്ചവട താല്പര്യങ്ങളും അതല്ലെങ്കിൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, കേന്ദ്ര നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള സംസ്ഥാന നേതാക്കന്മാർ അവർ ഗ്രൂപ്പ് കളിയിലാണ് കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നത്, സംഘടനാ പ്രവർത്തനത്തിന് താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് നിലവിലുള്ള ഈ സംഘടനയുടെ തലപ്പത്തുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് നീക്കം ചെയ്ത് കൂടുതൽ, അതായത് പകുതിയിലധികം പുതുമുഖങ്ങളെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ കേരളത്തിലെ BJPയിൽ സ്ഥിരം സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും നീക്കം ചെയ്യും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരുടെ തീരുമാനം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന BJPയുടെ തലപ്പത്തിരിക്കുന്ന 4-5 നേതാക്കന്മാർ ഒഴിച്ച്, അതിപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഓരോ ഇലക്ഷനിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു ശോഭാ സുരേന്ദ്രൻ ഒഴിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക K സുരേന്ദ്രൻ ഒഴിച്ച്, അല്ലെങ്കിൽ V മുരളീധരൻ ഒഴിച്ച്, ബാക്കി ഒട്ടുമിക്ക ആളുകൾക്കും MT രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ കളം വരയ്ക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ BJPക്കകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പൊട്ടിത്തെറി നിസ്സാരമല്ല. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇന്നലെ തുടങ്ങി പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് BJP CPM-ന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. 5-6 സീറ്റുകളിൽ, അതായത് BJPക്ക് മുൻതൂക്കമുള്ള 5-6 സീറ്റുകളിൽ CPM വോട്ടുകൾ BJPക്ക് നൽകുകയും ബാക്കിയുള്ള CPM-ന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ടുകൾ CPM-ന് നൽകുകയും ചെയ്യുന്ന ഒരു രീതി. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂടിയാലോചനയുടെ ഭാഗമായിരുന്നു നിർമ്മല സീതാരാമൻ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡൽഹിയിൽ വെച്ച് കണ്ടതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം SFIയുടെ അന്വേഷണം, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള SFI അന്വേഷണം ഫിനാൻസ് മിനിസ്റ്ററുടെ പരിഗണനയിലിരിക്കുന്ന സമയത്താണ് ഈ നിർമ്മല സീതാരാമൻ എന്ന ഫിനാൻസ് മിനിസ്റ്റർ പിണറായി വിജയനെ കണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കാതെ പോകരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് BJP ഏതറ്റം വരെയും പോകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ അപ്പോയിൻമെന്റ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന് ഇറങ്ങിയതൊന്നുമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള മുടക്ക് ഇതിനകത്തുണ്ട്. അതിനകത്ത് ഒരുപാട് നേതാക്കന്മാർക്ക് ഇദ്ദേഹം സാമ്പത്തികമായിട്ടുള്ള ചില ഇടപാടുകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വരും കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം തന്നെ കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്കകത്തും CPM-നകത്തും ഒക്കെ ആടിയുലങ്ങി നിൽക്കുന്ന പല നേതാക്കന്മാർക്കും വിലയിടും എന്നുള്ള കാര്യത്തിലും നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് 2031-ലോ 2036-ലോ BJPയെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ലാഭം മാത്രമേ നോക്കുകയുള്ളൂ. കാരണം നമ്മൾ നോക്കുക, ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന എത്ര വലിയ സേവനം നൽകിയ ആളാണെങ്കിലും
അദ്ദേഹത്തിന് പ്രോഫിറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാളെ ഫയർ ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത മുഴുവൻ നേതാക്കന്മാരെയും ബി ജെ പിയിൽ നിന്ന് ഫയർ ചെയ്യുന്ന ഒരു നയമായിരിക്കും ചന്ദ്രശേഖർ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിക്കാൻ പോവുക എന്ന് ചോദിച്ചാൽ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള പ്രാദേശിക നേതാക്കന്മാർ ബി ജെ പിയിൽ നിന്നകലും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ ശേഖരിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എങ്കിൽ മാത്രമേ LDF-നെ തടഞ്ഞ് ഒരു മൂന്നാം LDF മന്ത്രിസഭയെ തടഞ്ഞ് UDF-ന് അധികാരത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ CPM-ഉം BJP-യും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വളരെ വ്യക്തമാണ്. കാരണം അതിന്ന് CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ പോലും എന്ത് ചെയ്യപ്പെടുന്നു, BJP-യെയും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിനെയും എന്ത് ചെയ്യപ്പെടുന്നു, ഇത്രയും കാലം എന്താണ് അവർ ഫാസിസ്റ്റുകളായിട്ട് വിളിച്ചിട്ടെങ്കിൽ എത്തിയിട്ടില്ല, ഫാസിസത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഈ പറയുന്ന CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ കരട് രേഖ പറയുന്നത്. അപ്പൊ അവിടെ മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുന്ന സമയത്ത് എന്തിനേറെ കൂടുതലായി പോകുന്നു. ലാവ്ലിൻ കേസ് മാത്രം നമ്മൾ എടുത്താൽ ഈ അഡ്ജസ്റ്റ്മെന്റ് വ്യക്തമാവില്ലേ? എത്ര തവണ 35 36 തവണയായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ കേസ് നിരന്തരമായി എന്ത് ചെയ്യപ്പെടുന്നു, മാറ്റിവെക്കപ്പെടുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകണ്ട. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന FFCO മുതൽ പല പല ഏജൻസികളുടെ അന്വേഷണങ്ങൾ, ഇവിടെ ഈ പറയുന്ന കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏതൊക്കെ കസ്റ്റംസിന്റെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന NIA അന്വേഷണങ്ങൾ, ഈ അന്വേഷണങ്ങളൊക്കെ ഇപ്പൊ എവിടെ എത്തി? സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ബാങ്കിന്റെ നോക്കിയാൽ മതിയല്ലോ. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ, ഈ ഒരു കേസുകൾ എന്ത് ചെയ്യപ്പെടുന്നില്ല, എവിടെയും എത്തിപ്പെടുന്നില്ല, ഒരു അന്വേഷണവും എന്തില്ല, ഒരു കൺവിറ്റിംഗും ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായുള്ള ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ എത്തി നിൽക്കുന്നത് എന്താണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് എത്തിപ്പെടുന്നത്. ഈ പറയുന്ന ഇതിന്റെയൊക്കെ വേരുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളുടെയൊക്കെ വേരുകളൊക്കെ പെടുന്ന ഇതിന്റെ വൃക്ഷം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് എത്തപ്പെടുന്നത്. ആ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ എന്ത് ചെയ്യപ്പെടുന്നില്ല, ഒരു ആർജവും കാണുന്നില്ല. അല്ലെങ്കിൽ കൃത്യമാണ് മറുസൈഡുമുണ്ട്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ആരോപണങ്ങൾ, കൊടകര കുഴൽപ്പണ ഇടപാടുകൾ സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന CPM പോലെയുള്ള ഒരു പാർട്ടി അന്വേഷിക്കപ്പെടുന്ന വളരെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ അട്ടിമറിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന കോടികളുടെ പണവുമായി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഒന്നും തന്നെ എവിടെയും എത്തുന്നില്ല. അപ്പോൾ ഇവിടെ CPM-നെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു, കൃത്യമായിട്ട് പൂച്ചുവിലങ്ങിടപ്പെടുന്നു. BJP-ക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു, പൂച്ചുവിലങ്ങിടപ്പെടുന്നു. ഇവിടെ കൃത്യമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. കാരണം ഇതിൽ എത്രയേറെ ഉദാഹരണങ്ങൾ ഇതിലേറെ ഇല്ല. കാരണം എല്ലാ കാലഘട്ടത്തിലും അതായത് ഈ പറയുന്ന സംഘപരിവാർ അല്ലെങ്കിൽ BJP-യുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളെ എതിർക്കണമെന്നുള്ള അവരുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, ലാവ്ലിൻ കേസിൽ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലൊരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ പിണറായി വിജയന് രാജിവെക്കേണ്ടതായി വന്നേനെ. അല്ല, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ തൃശ്ശൂരിൽ വന്നപ്പോൾ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്, സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് എന്ന് ഓർക്കണം. ആ പ്രധാനമന്ത്രിക്ക് തുടർന്ന് അതിന്റെ മേലൊരു നടപടി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്നിപ്പോൾ BJP-യുടേതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. BJP-യുടേതായിട്ട് ഉള്ള പ്രമുഖ ചില വ്യക്തികൾ പറഞ്ഞ കാര്യമുണ്ട്. അവർ പറയുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, അദ്ദേഹം ഒരിക്കലും മോഷ്ടിക്കത്തില്ല എന്നാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. കാരണം ഈ മോഷ്ടിക്കത്തില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഈ കൊടകര കുഴൽ പണത്തിന്റെ ഒക്കെ ഇടപാട് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര നേതൃത്വം BJP സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്ന പണം പലരും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അവർ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഗുരുതരമായ ഒരു ആരോപണമാണ്. കേരളത്തിലെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, നിയമസഭയിൽ മത്സരിച്ചിട്ടുള്ള, ലോക്സഭയിൽ മത്സരിച്ചിട്ടുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ആരോപണമാണത്. അപ്പം അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് നമുക്ക് കാണാൻ പറ്റും. അല്ല, അവിടെ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ഈ തവണത്തെ മൂന്നാമത്തെ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ദിവസം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ അറിയാം. കാരണം അദ്ദേഹത്തിന് ലാഭം ലഭിക്കില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇട്ടുപോയി. അപ്പോഴേ എന്ത് ചെയ്യുന്നു, ഞാൻ ഇനി എന്തില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തില്ല എന്ന് എന്ത് ചെയ്യപ്പെടുന്നു, ഒരു പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്നു. കാരണം ഒരു യാതൊരു വിധമായ പ്രത്യയശാസ്ത്രമായ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആശയത്തോടുള്ള പ്രതിബദ്ധതയോ ഒന്നുമില്ല. ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം എന്താണ്, കൃത്യമായിട്ട് ഒരു ബിസിനസ് താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ബിസിനസ് സാമ്രാജ്യം, ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കേരളത്തിലുണ്ടല്ലോ, അത് ഈ പറയുന്ന EP ജയരാജനുമൊക്കെ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഈ പറയുന്ന പങ്കാളിത്തമുണ്ട് എന്നാണ് ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഈ രണ്ടുപേരും അതിനെക്കുറിച്ച് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, കൃത്യമായിട്ടുള്ള നിഷേധനക്കുറിപ്പുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവർക്കെതിരായിട്ട് യാതൊരു വിധമായ നിയമ നടപടികളോ ഈ നിമിഷം വരെ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വൈദേഹം റിസോർട്ടുമായിട്ട് ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യധാര ചില മാധ്യമ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത്. മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായ ഷെയർ വിഹിതങ്ങളുണ്ട്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് മുതലാളി കൃത്യമായ ഒരു ഒരു എന്ത് ചെയ്യുന്നു, ഒരു ലാൻഡിംഗ് സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ലാൻഡ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം എന്ത് ചെയ്യപ്പെടുന്നു, കൃത്യമായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ വിജയിക്കാൻ സാധിക്കാത്തവരെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം വീണ്ടും ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചു. മന്ത്രിസ്ഥാനം ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം പരസ്യമായി തന്നെ അതിൽ പ്രതികരണം രേഖപ്പെടുത്തി. അതിനുശേഷം എന്ത് ചെയ്യപ്പെടുന്നു, ഏതൊക്കെയോ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി അടുത്ത ഒരു ഡീൽ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യപ്പെടുന്നു, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, അവരോധിക്കപ്പെടുന്നു. അദ്ദേഹം കോൺഗ്രസുകാരുമായിട്ട് ചർച്ച നടത്തിയത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കോൺഗ്രസിൽ ചേരുവാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ ചർച്ചകൾ വരെ ആരംഭിച്ചിരുന്നു. അവിടെ മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നലെ ശോഭാ സുരേന്ദ്രനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്ന ഒരാൾ. കാരണം പിണറായി സർക്കാരിനെതിരെ അതിശക്തമായിട്ട് വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു തീപ്പൊരി നേതാവ്, അവര് ബി.ജെ.പിയുടെ തലപ്പത്ത് വന്നാൽ ബി.ജെ.പിക്ക് ഒരുപാട് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെയാണ് ബി.ജെ.പിക്കാരും കരുതിയിരുന്നത്. എല്ലാവരും അവരെ എതിർക്കുന്ന ബി.ജെ.പിക്കുള്ളിൽ തന്നെ അവരെ എതിർക്കുന്നവർ പോലും കരുതിയിരുന്നത് അവർ തന്നെ പ്രസിഡന്റ് ആകുമെന്നാണ്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടം വിട്ടുപോയതാണ്. ഇവിടം വിട്ടുപോകാൻ കാരണം എന്താണ്? കാരണം ഒരു ബിസിനസ് നഷ്ടമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കോർപ്പറേറ്റ് നിയമം. അതിന് പ്രകാരം അദ്ദേഹം ആ ബിസിനസ്, പൊളിറ്റിക്സ് എന്ന ബിസിനസ് അദ്ദേഹം ഇവിടെ കേരളത്തിൽ നഷ്ടക്കച്ചവടമാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്ന ഓഫർ 2031 36 കോൺഗ്രസിനെ തകർത്താൽ ബി.ജെ.പിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാമെന്നും അന്ന് താങ്കൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കാമെന്നുമുള്ള ഒരു വലിയ ഓഫർ. അതായത് വാർദ്ധക്യ കാലത്ത് ഒരു എന്താ പറയുക, നമ്മള് സാറിന് കൊടുത്ത പോലെ ഒരു ഓഫർ, ഒരു എന്താ പറയുക, നമ്മള് ശരിക്കും ഒരു വിശ്രമ വേള ആനന്ദകരമാക്കുവാൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി കസേര എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്, അദ്ദേഹം സ്വപ്നം കാണുന്നതാണ് ഈ മുഖ്യമന്ത്രി കസേര എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹം കർണാടകത്തില് 3 തവണ രാജ്യസഭ MP ആയി. ആ 3 തവണയും ആദ്യത്തെ തവണ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എല്ലാ ആളുകളുടെയും ശ്രീ ദേവഗൌഡയുടെ എല്ലാവരുടെയും പിന്തുണയോട് കൂടിയാണ് അദ്ദേഹം ഈ പറയുന്ന MP ആവുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി കർണാടക പൊളിറ്റിക്സിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പറയുന്ന അദ്ദേഹത്തെക്കാരുടെ ഈ പണം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. കാര്യം അവിടെ അതിലും വലിയ ആളുകളാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, ഡീലിങ്ങുകൾ നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പിന്നെ നോക്കിയപ്പോൾ കൃത്യമായിട്ട് എന്താണ്, കേരളമാണ് ഇതിനുള്ള ഒരു പരിസ്ഥിതിയുള്ള ഒരു പ്രദേശമായിട്ട് അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹം കേരളത്തിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷെ ഞാൻ ഈ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം നമ്മൾ ഇതൊക്കെ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ വരവിനെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗൗരവത്തോടു കൂടി ഇനിയും കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ അപകടങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിക്ഷേപമുള്ളതാണ്. ഈ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിന് വാഴ്ത്തുപാട്ട് എഴുതി തുടങ്ങും. ഇദ്ദേഹം തുടങ്ങിയല്ലോ. കാരണം രാജീവ് ചന്ദ്രശേഖറുമായ വ്യക്തിത്വമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹത്തിന്റെ യോഗ്യതകളെ കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രങ്ങളെ കുറിച്ചും എന്താണ് ഈ പറയുന്ന മറ്റു ബി.ജെ.പി നേതാക്കന്മാരായിരുന്നു വന്നതെങ്കിൽ എന്ത് ചെയ്യപ്പെടത്തില്ല, ഇത്തരത്തിലൊരു ഒരിക്കലും എന്ത് ചെയ്തില്ല, ഇത്രയും ഒരു മീഡിയ കവറേജ് ലഭിക്കത്തില്ല, അറ്റൻഷൻ ലഭിക്കത്തില്ല. ഇത് മീഡിയകൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ വാഴ്ത്തിപ്പാടത്തിലേക്ക് പോകുന്നു. കാര്യം എന്താണ്, അദ്ദേഹം ഈ പറഞ്ഞ മുൻകാലഘട്ടം അദ്ദേഹം ഞാൻ ചോദിച്ചോട്ടെ, ഇത്തരത്തിൽ മീഡിയ വാഴ്ത്തിപ്പാടുന്ന അദ്ദേഹം 5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്ത് സംഭാവന ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഈ പറയുന്ന സ്കില്ലിന്റെ, അതായത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്കില്ല് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നൈപുണ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വികസന പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ വല്ലാതെ വാഴ്ത്തിപ്പാടുന്നവർ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിലേക്ക് എന്ത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന അതിന് അദ്ദേഹം അങ്ങനെ ചെയ്തു എങ്കിൽ നമുക്ക് പറയാം, പണ്ട് നമുക്കറിയാം രാജഗോപാൽ കേരളത്തിന്റെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ റെയിൽവേ ചെയ്തിട്ടുണ്ട്. അതിൽ ആർക്കും രാഷ്ട്രീയപരമായിട്ട് എതിർക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ എന്താണ് പറയുന്നത്, മൊബൈൽ വിപ്ലവം ഉണ്ടാക്കിയില്ല, അതിന്റെ കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്തു, അതിന്റെ ഉപഭോക്താവായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇന്നലെ ഒരു മാധ്യമത്തിൽ പറയുന്ന കേട്ടു എന്താണ്, അദ്ദേഹം ഈ പറയുന്ന മൊബൈൽ ആദ്യം കൊണ്ട് പരീക്ഷിച്ചത് കേരളത്തിന്റെ തീരദേശത്തായിരുന്നു. അപ്പോൾ തീരദേശത്ത് നിന്ന് 30 കിലോമീറ്റർ ദൂരത്തേക്ക് പോയി അവർ മൊബൈൽ അതിന്റെ റേഞ്ച് നോക്കിയത് പരീക്ഷണം കേരളത്തിലേക്ക് അയാൾ അന്ന് തെരഞ്ഞെടുത്തു എന്ന് വരെ കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടു. കാരണം അദ്ദേഹം 5 തവണ, കാരണം നമുക്കറിയാം രാജ്യസഭാ MP-ക്ക് എവിടെ വേണമെങ്കിലും ഫണ്ട് വിനിയോഗിക്കാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വിനിയോഗിക്കാം. അദ്ദേഹത്തിന്റെ ഫണ്ട് ഇവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഫണ്ട് ഇവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം അതിനുശേഷം നമുക്കറിയാം അദ്ദേഹം കേരളത്തിൽ ഈ പറയുന്ന ഇല്ലാത്ത NDA എന്താണ് വൈസ് ചെയർമാനായി ഇരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ കളമശ്ശേരിയിൽ
ഒരു അപകടം ഉണ്ടായപ്പോൾ അതിനെ അദ്ദേഹത്തിന്റെ നിലപാട് അത് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറച്ചു വെക്കപ്പെട്ടിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആഘാതം നമ്മൾ എത്രമാത്രം അദ്ദേഹത്തിന്റെ അപകടകരമായിട്ടുള്ള ഒരു വർഗീയത മനോഭാവം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു, ഈ പറയുന്ന ഇലക്ഷന് മത്സരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അദ്ദേഹം പരാജയപ്പെട്ട അന്ന് ദിവസം അവിടുന്ന് പോയതാണ്. പിന്നീട് ഇപ്പോൾ അതായത് എവിടെ നിന്നോ ഒരു ഓഫർ കൃത്യമായിട്ട് ലഭിച്ചു. എന്താണ്? BJP സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് കണ്ടപ്പോൾ കഴിഞ്ഞ കുറെ ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഞാനും തിരുവനന്തപുരത്താണ് എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക്, അതായത് ബിസിനസ്, തന്റെ ബിസിനസ്സും അല്ലെങ്കിൽ ഈ പറയുന്ന തന്റെ ആസ്തിയും ഉപയോഗപ്പെടുത്തി കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ കൈപ്പിടിയിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ മാധ്യമങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി BJP. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ കുറേയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കും. ഈ പ്രചരിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. അവർക്ക് രാഷ്ട്രീയത്തോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്കറിയില്ല ഇവിടെ ഇന്ന് അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സമരം ചെയ്ത് നേടിയെടുത്തതാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു വിഭാഗത്തിന്റെ പ്രൊഫഷണലുകളുടെ വോട്ട് ശേഖരിക്കാൻ രാജീവ് ചന്ദ്രശേഖർക്ക് സാധിക്കും. അത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായില്ല. സിബിചേട്ടാ, ഇവിടെ നമ്മൾ നരേന്ദ്രമോദി ആദ്യ ഘട്ടത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? വർഷം 1 ലക്ഷം തൊഴിൽ എന്ത് ചെയ്യും, ഉറപ്പാക്കുമെന്നാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലില്ലായ്മ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുമെന്നാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും തൊഴിലില്ലാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ മാൻ പവർ എക്സ്പോർട്ടർ അത് മാറിയിരിക്കുക. അതായത് ഇവിടെ നിന്ന് ആകെ ഇന്ന് കയറ്റുമതി ചെയ്യുന്ന എന്താണ്? മാൻ പവർ ആണ് കണക്ക്. അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവിടെ യാതൊരു വിധമായ അടിസ്ഥാന സൗകര്യങ്ങളോ അല്ലെങ്കിൽ തൊഴിലോ ഇല്ലാത്തത് കൊണ്ട് തുച്ഛമായ വേതനത്തിന് നമ്മൾ ഈ പറയുന്ന ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ ആഫ്രിക്കയിൽ നിന്നായിരുന്നു ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നത്, വിദേശത്തേക്ക് ഇത്തരത്തിലുള്ള അടിമപ്പണിക്കും അല്ലെങ്കിൽ താഴത്തെ ജോലിക്ക് പോകുന്നത്. ഇന്ന് അതേസമയം എന്തായി, നമ്മുടെ രാജ്യത്ത് നിന്നും ഈ പറയുന്ന രീതിയിലേക്ക് അനധികൃതമായിട്ടും ഈ പറയുന്ന അംഗീകാരത്തോടും ഒക്കെ തന്നെ ആളുകൾ കയറ്റിമരുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറി. അതേ മോഡലാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ IT വികസനം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരം സിദ്ധിച്ച 5 വർഷങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജന്മനാടിനോട് കൂറുണ്ടായിരുന്നുവെങ്കിൽ, ജന്മനാടിനോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ട് മാതൃകയാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ താൻ മന്ത്രിയായിരുന്നപ്പോൾ, താൻ അധികാര സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ കേരളത്തിലെ നിരവധി ഈ പറയുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് വേണ്ടി ഞാൻ എന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു എന്ന് തെളിയിക്കുവാൻ ഒരു ശിലാഫലകം പോലും എന്തില്ല, അദ്ദേഹത്തിന്റെ പേരിലില്ല. ഇല്ല. അപ്പൊ അദ്ദേഹം ഇന്ന് പറയുന്ന, അതാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, എല്ലാ കഥകളും എന്ത് ചെയ്യപ്പെടുന്നത്, കടങ്കഥകളും ഒക്കെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, പുറത്തേക്ക് വരുന്നത്. കാര്യം അതിനെക്കുറിച്ച് വാചാലരാവുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അപ്പോൾ ഇത് വളരെ ഒരു വലിയ, അതായത് ഒരു കോർപ്പറേറ്റ് ഏതൊക്കെ രീതിയിൽ, അപ്പോൾ അതിനെ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ കോർപ്പറേറ്റുകൾ ഓരോ മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ മൊണോപ്പൊളികൾ സൃഷ്ടിക്കപ്പെടുന്നു. അവരെന്ത് ചെയ്യപ്പെടുന്നു, അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ അവർക്ക് വേണ്ടി മാറ്റപ്പെടുന്നു. അവരുടേതായ ഒരു എൻട്രിക്കിന് വേണ്ടി എന്ത് ചെയ്യപ്പെടുന്നു, കൃത്യമായിട്ടുള്ള ഒരു കളം സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കളമായി നമ്മുടെ കേരളം മാറ്റാനുള്ള ഒരു വലിയ ശ്രമം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി വേണം എന്ത് ചെയ്യാൻ, ഇരിക്കാനായിട്ട്. ഏതൊക്കെയായാലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, അത് CPM ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, കരുതലോടെ വേണം രാജീവ് ചന്ദ്രശേഖരെ കാണാനായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ വരവ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം, അതിനെയും കേരളത്തിലെ ജനാധിപത്യം ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.